Samsung Galaxy Z Fold 7 സാംസങ്ങിന്റെ ഏറ്റവും സ്ലിം ആയിട്ടുള്ള ഫോൾഡബിൾ ഡിവൈസ് ആണിത്. കഴിഞ്ഞ വർഷത്തെ Z Fold 6 5.6mm ആണ് വന്നിരുന്നെങ്കിൽ 4.2mm മാത്രമാണ് ഇതിന്റെ തിക്നെസ്. അതായത് ഒരു ടൈപ്പ് സി ചാർജിങ് കേബിളിനേക്കാൾ സ്ലിം ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോൺ. ഇനി ഫോൾഡ് ചെയ്താൽ പോലും 8.9mm മാത്രമാണ് ബോഡി തിക്നെസ് വരുന്നത്. 215 gram ആണ് ഇതിന്റെ വെയിറ്റ് വരുന്നത്. S25 Ultra പോലും 218 gram ആണ് വരുന്നത്. അതായത് 3 gram ഈ ഒരു സ്മാർട്ട് ഫോണിന് വെയിറ്റ് കുറവാണെന്ന് പറയാം. എനിവേ ഇന്നലെയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ആയിട്ടുള്ളത്. ഇന്നലെ ഉച്ചയ്ക്കാണ് എനിക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യാൻ കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു ഫസ്റ്റ് ഇംപ്രഷൻ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നുണ്ടാവുക. എങ്കിലും മാക്സിമം സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ ഏകദേശം ധാരണ ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ച് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇപ്പോൾ ശബ്ദത്തിന് ചെറുതായിട്ടൊരു പ്രശ്നമുണ്ട്. ചില കാര്യങ്ങൾ എത്രത്തോളം ക്ലാരിറ്റിയിൽ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. എനിവേ ക്ഷമ ചോദിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ വീഡിയോയിലേക്ക് കടക്കാം. സംഭവം ഒരു അല്പം സ്ലിം ആയിട്ടൊക്കെയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ ഇറക്കിയെങ്കിലും ബിൽഡ് ക്വാളിറ്റിയിൽ യാതൊരു കോംപ്രമൈസും സാംസങ് നടത്തിയിട്ടില്ല. ആർമർ അലൂമിനിയം ആണ് ബോഡി ഫ്രെയിം ആയിട്ട് വരുന്നത്. ഈ ഒരു മെയിൻ ഡിസ്പ്ലേയിൽ ടൈറ്റാനിയം പ്ലേറ്റ് കോട്ടിംഗ് ലെയർ ഉൾപ്പെടുത്തിയതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷത്തെക്കാൾ കുറച്ചും കൂടി ഡ്യൂറബിലിറ്റി ഉള്ള ഡിസ്പ്ലേ എന്നാണ് കമ്പനി പറയുന്നത്. ഈ ഒരു സെക്കൻഡറി ഡിസ്പ്ലേ എന്ന് പറയുന്നത് കോർണിംഗ് ഗോറില്ല ഗ്ലാസിൻ്റെ സെറാമിക് 2 ആണ് പ്രൊട്ടക്ഷൻ ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബിൽഡ് ക്വാളിറ്റി അത്യാവശ്യം എടുത്ത് പറയേണ്ടതായിട്ട് തന്നെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ IP48 റേറ്റഡോട് കൂടിയിട്ടുള്ള വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻസ് സ്മാർട്ട് ഫോൺ കൂടിയാണ്. പിന്നീട് എടുത്ത് പറയേണ്ടത് ഈ ഒരു ഹിഞ്ചസിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് പ്രത്യേകിച്ച് ഒരു ഗ്യാപ്പോ കാര്യങ്ങളൊന്നും കാണില്ല. അത്യാവശ്യം ഒരു നല്ല രീതിയിലുള്ള ഒരു ബിൽഡ് ക്വാളിറ്റി തന്നെ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. ഡിസൈനെ കുറിച്ച് പറയുന്ന സമയത്ത് പറയാൻ വിട്ടുപോയ ഒരു കാര്യമാണ് ഈ ഒരു ബാക്ക് പാനൽ യൂസ് ചെയ്തിരിക്കുന്ന ഗ്ലാസ് മെറ്റീരിയലാണ്. കോർണിംഗ് ഗോറില്ല ഗ്ലാസിൻ്റെ വിക്ടസ് 2 ആണ് പ്രൊട്ടക്ഷൻ ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സ്കാനറാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതും. കഴിഞ്ഞ വർഷത്തെ Z Fold 6 7.6 ഇഞ്ചസിന്റെ ഡിസ്പ്ലേ ആയിരുന്നെങ്കിൽ ഇത്തവണ 8 ഇഞ്ചിന്റെ ഡൈനാമിക് MOLED 2X ഫോൾഡബിൾ ഡിസ്പ്ലേ ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു പ്രൈമറി ഡിസ്പ്ലേയും അതുപോലെ തന്നെ സെക്കൻഡറി ഡിസ്പ്ലേയും LTPO ഡിസ്പ്ലേ ആണ്. അതായത് 1 Hz മുതൽ 120 Hz എന്നുള്ള രീതിയിൽ രണ്ടിലും 120 Hz ആണ് മാക്സിമം റിഫ്രഷ് റേറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എടുത്ത് പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം 6.3 ഇഞ്ചസിന്റെ ഡിസ്പ്ലേ ആയിരുന്നെങ്കിൽ ഇത്തവണ 6.5 ഇഞ്ചിന്റെ LTPO ഡിസ്പ്ലേ തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്തിരിക്കുന്നത്. കോർണിംഗ് ഗോറില്ല ഗ്ലാസിൻ്റെ സെറാമിക് 2 ആണ് ഇത്തവണ പ്രൊട്ടക്ഷൻ ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോൾ പേഴ്സണലി എനിക്ക് പറയാനാണെങ്കിൽ കഴിഞ്ഞ വർഷത്തെ ആ ഒരു സെക്കൻഡറി ഡിസ്പ്ലേയെക്കാളും കുറച്ചും കൂടി ഒരു യൂസർ ഫ്രണ്ട്ലി അല്ലെങ്കിൽ കുറച്ചും കൂടി ഒരു ബെറ്റർ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഇത്തവണത്തെ ആ ഒരു ഡിസ്പ്ലേ ആണ്. കാരണം കഴിഞ്ഞ വർഷത്തെ ആ ഒരു ആസ്പെക്ട് റേഷ്യോയിലുള്ള ഒരു ചേഞ്ചസ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്കൊരു സാധാരണ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുന്ന ഒരു ഫീൽ ഇല്ലായിരുന്നു. പക്ഷേ ഈ ഒരു സ്മാർട്ട് ഫോണിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു സെക്കൻഡറി ഡിസ്പ്ലേ ശരിക്കും ഒരു പ്രൈമറി ഡിസ്പ്ലേ എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്നതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. അതുപോലെ തന്നെ 2600 nits ആണ് ഇതിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് ലെവൽ വരുന്നത്. അതുകൊണ്ട് തന്നെ വെളിയിലൊക്കെ പോയാൽ തന്നെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ റീഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. HDR10+ ഇതിൽ സപ്പോർട്ടാണ്. അറിയാലോ സാംസങ്ങിൻ്റെ ഡിസ്പ്ലേ ആണ് നല്ല വൈബ്രൻ്റ് ആയിട്ടുള്ള കളർഫുൾ ആയിട്ടുള്ള വൺ ഓഫ് ദ ബെസ്റ്റ് ഡിസ്പ്ലേ തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കാണാൻ സാധിച്ചിട്ടുള്ളത്. കഴിഞ്ഞ വർഷത്തെ സെയിം ബാറ്ററി കപ്പാസിറ്റി തന്നെയാണ് ഇത്തവണ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 4400 mAh ബാറ്ററിയാണ് വരുന്നത്. പക്ഷേ കഴിഞ്ഞ വർഷം ഇതിലും തിക്നെസ്സോട് കൂടിയുള്ള സ്മാർട്ട് ഫോൺ ആയതുകൊണ്ട് തന്നെ ആ ഒരു സ്പേസ് മാനേജ്മെൻറ്റിന് തീർച്ചയായിട്ടും നമ്മൾ എടുത്ത് പറയേണ്ടതാണ്. എസ്പെഷ്യലി ലിഥിയം അയൺ ബാറ്ററിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സിലിക്കൺ കാർബൺ ബാറ്ററിയോ കാര്യങ്ങളൊന്നും അല്ലെങ്കിലും ആ ഒരു സ്ലിംലെസ്ലി ഇത്രയും കപ്പാസിറ്റി കൊടുത്തെന്നത് തീർച്ചയായിട്ടും എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ നിരാശപ്പെടുത്തുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇത്തവണയും 25 വാട്ടിൻ്റെ ചാർജിങ് ആണ് മാക്സിമം സപ്പോർട്ട് എന്ന് പറയുന്നത്. അറ്റ്ലീസ്റ്റ് 45 വാട്ട് കൊടുത്തിരുന്നെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയെന്ന് എന്നുള്ളൊരു ഫീൽ ഉണ്ടായിരുന്നു. എനിവേ ഓവറോൾ ബാറ്ററി പെർഫോമൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ദിവസത്തിന് താഴെ മാത്രമേ യൂസ് ചെയ്തൊരു എക്സ്പീരിയൻസ് ആവുള്ളൂ. അതുകൊണ്ട് തന്നെ എൻ്റെ ആ ഒരു ചുരുങ്ങിയ സമയത്തുള്ളൊരു എക്സ്പീരിയൻസിൽ പറയാനാണെങ്കിൽ നമ്മളൊരു ഹെവി യൂസർ ആണെങ്കിൽ ഒരു ദിവസത്തിൽ താഴെയും നമ്മളൊരു നോർമൽ യൂസർ ആണെങ്കിൽ ഒരു ദിവസം ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യാൻ സാധിക്കും. Qualcomm Snapdragon 8 Elite for Galaxy എന്ന് പറയുന്ന 5G പ്രോസസ്സറാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്. 3 നാനോമീറ്റർ ടെക്നോളജിയിൽ ഒക്ടാ കോറിൽ 4.47 GHz ആണ് ക്ലോക്ക് സ്പീഡ് വരുന്നത്. എന്തുകൊണ്ടാണ് 4 Galaxy എന്ന് എടുത്ത് പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ 8 Elite മറ്റ് സ്മാർട്ട് ഫോണിൽ ക്ലോക്ക് സ്പീഡ് വരുന്നത് 4.32 GHz ആണെങ്കിൽ ഇതിൽ കുറച്ചും കൂടി ഹയർ ക്ലോക്ക് സ്പീഡ് ആയിട്ടുള്ള 4.47 GHz ആണ് വരുന്നത്. അതുപോലെ തന്നെ Adreno 830 ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് GPU. എനിവേ പെർഫോമൻസ് സൈഡ് ഇതൊരു ഫ്ലാഗ്ഷിപ്പ് സ്മാർട്ട് ഫോണും അല്ലെങ്കിൽ ആ ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ യാതൊരു ഡൗട്ടിൻ്റെ കാര്യങ്ങളൊന്നുമില്ല. നല്ല കിഡിലനായിട്ടുള്ള പെർഫോമൻസ് നമുക്ക് ഈ ഒരു ചുരുങ്ങിയ സമയത്ത് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെ പറയത്തക്ക രീതിയിലുള്ള യാതൊരു ഇഷ്യൂസോ കാര്യങ്ങളൊന്നുമില്ല. മൾട്ടി ടാസ്കിങ് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ ഒരേ സമയം നമുക്ക് 3 ആപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ വളരെ സ്മൂത്ത് ആയിട്ടും ഫാസ്റ്റ് ആയിട്ട് തന്നെ നമുക്കിതിൽ യൂസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഈവൻ ഗെയിമിങ്ങിൻ്റെ കാര്യങ്ങളാണെങ്കിൽ കൂടി ഞാൻ ഈ കോൾ ഓഫ് ഡ്യൂട്ടിയാണ് വളരെ കുറച്ച് സമയം മാത്രമേ ഞാൻ കളിച്ചിട്ടുള്ളൂ. അത് തന്നെ വളരെ ഫാസ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിട്ടും ലാഗ് ഫ്രീ ആയിട്ടും നല്ല യാതൊരു ഇഷ്യൂസോ കാര്യങ്ങളൊന്നും ഇല്ലാതെ ഈവൻ വലിയ രീതിയിലുള്ള ഹീറ്റിങ്ങോ കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ നല്ല രീതിയിൽ എനിക്കിതിൽ ഗെയിമും കൂടി കളിക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ പെർഫോമൻസ് ആയിട്ട് യാതൊരു വിധത്തിൽ ഡൗട്ടിൻ്റെ കാര്യങ്ങളൊന്നുമില്ല. സൂപ്പർബായിട്ടുള്ള പെർഫോമൻസ് നമുക്കിതിൽ ആസ്വദിക്കാൻ സാധിക്കും. കണക്ടിവിറ്റിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാലും നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ഒരേ സമയം 2 നാനോ സിം കാർഡ് പ്ലസ് ഈ സിം കാർഡ് എന്നുള്ള രീതിയിൽ യൂസ് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഒരേ സമയം നമുക്ക് 2 നെറ്റ്വർക്ക് മാത്രമേ ഇതിൽ ആക്സസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ
ഡ്യുവൽ 5G ബാൻഡ് ഇതിൽ സപ്പോർട്ടാണ്, ഡ്യുവൽ 4G LTE ഇതിൽ സപ്പോർട്ടാണ്, വൈഫൈ 7 ആണ് വരുന്നത്, ബ്ലൂടൂത്തിൻ്റെ 5.4 ആണ് വരുന്നത്, NFC-യും ഈ ഒരു സ്മാർട്ട് ഫോണിൽ സപ്പോർട്ടാണ്. ഈ ഒരു സ്മാർട്ട് ഫോണിൽ USB Type-C 3.2 പോർട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ 3 മെമ്മറി വേരിയൻസിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ അവൈലബിൾ ആകുന്നത്. 12GB റാമിൽ, 256GB 12GB റാമിൽ, 512GB 16GB റാമിൽ, 1TB LPDDR5X റാം ടൈപ്പിൽ UFS സ്റ്റോറേജ് ടൈപ്പ് വരുന്നത് 4.0 ആണ്. ഔട്ട് ഓഫ് ദി ബോക്സ് Android 16 ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്. 1 UI വരുന്നത് 8 തന്നെയാണ്. ഈ ഒരു Z Fold 7-ലും Z Flip 7-ലാണ് ആദ്യമായിട്ട് സാംസങ് ഈ ഒരു Android 16 ഔട്ട് ഓഫ് ദി ബോക്സ് നൽകുന്നത്. അതുപോലെ തന്നെ 7 വർഷത്തെ സോഫ്റ്റ്വെയർ ആൻഡ് സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ് ആണ് കമ്പനി പ്രോമിസ് ചെയ്തിരിക്കുന്നത്. ആസ് യൂഷ്വലി നമുക്കറിയാം യൂസർ ഇന്റർഫേസ് സാംസങ്ങിൻ്റെ എന്ന് പറയുന്നത് ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. അതുപോലെ തന്നെ ഭയങ്കര ഒരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു യൂസർ എക്സ്പീരിയൻസ് കാണാൻ സാധിക്കും. വളരെ വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ചേഞ്ചസും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് 1 UI 7 നിന്നും ഈ ഒരു 8ലേക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. S25 സീരീസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള എല്ലാ AI ഫീച്ചേഴ്സും ഗൂഗിൾ ജെമിനി ആയിട്ട് റിലേറ്റഡ് ചെയ്തിട്ടുള്ള ഒട്ടനവധി കാര്യങ്ങൾ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നൗ ബ്രീഫ് അല്ലെങ്കിൽ AI ജനറേറ്റഡ് വാൾപേപ്പേഴ്സ്, അതുപോലെ തന്നെ കോൾ ട്രാൻസ്ലേറ്റ്, കോൾ ട്രാൻസ്ക്രൈബ്, അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ നമുക്ക് AI റിലേറ്റഡ് ആയിട്ടുള്ളതും ഈ ഒരു സോഫ്റ്റ്വെയറിൽ കാണാൻ സാധിക്കും. ഓവറോൾ ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയറിൻ്റെ കാര്യത്തിൽ ഒന്നും പറയാനുള്ള ആ ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ എക്സ്പീരിയൻസ് തന്നെ നമുക്കിതിൽ ആസ്വദിക്കാൻ സാധിക്കും. JBL ട്യൂൺ ചെയ്തിരിക്കുന്ന ഡോൾബി അറ്റ്മോസ് സപ്പോർട്ടഡ് സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്. സ്പീക്കർ ക്വാളിറ്റിയെ കുറിച്ച് പറയാനാണെങ്കിൽ ഞാൻ ശരിക്കും എക്സ്പെക്ട് ചെയ്തത് ഇതിലും കുറച്ചും കൂടി ഒരു ലൗഡി ആയിട്ടുള്ള ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു സ്പീക്കർ ക്വാളിറ്റി എന്നുള്ള രീതിയിലായിരുന്നെങ്കിലും ഒരു ഡീസൻറ്റ് സ്പീക്കർ ക്വാളിറ്റി എന്നുള്ള രീതിയിൽ മാത്രമേ എനിക്കിത് ഫീൽ ചെയ്തിട്ടുള്ളൂ. കാര്യമായിട്ടുള്ള വ്യത്യാസം പറയേണ്ട മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റാണ് ക്യാമറ എന്ന് പറയുന്നത്. കഴിഞ്ഞ വർഷം 50 മെഗാ പിക്സലിൻ്റെ മെയിൻ ക്യാമറ ആയിരുന്നെങ്കിൽ ഇത്തവണ അത് 200 മെഗാ പിക്സലിൻ്റെ മെയിൻ ക്യാമറയാണ് വരുന്നത്. OIS സപ്പോർട്ടാണ്. അതുപോലെ തന്നെ 10 മെഗാ പിക്സലിൻ്റെ 3x ഒപ്റ്റിക്കൽ സൂമോട് കൂടിയിട്ടുള്ള ടെലിഫോട്ടോ ലെൻസ്, അതിലും OIS സപ്പോർട്ടാണ്. മൂന്നാമത്തെ ലെൻസ് 12 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് ലെൻസ്. അതുപോലെ എടുത്ത് പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം ഈ ഒരു മെയിൻ ഡിസ്പ്ലേയിൽ അണ്ടർ ഡിസ്പ്ലേ ക്യാമറ എന്നുള്ള രീതിയിൽ 4 മെഗാ പിക്സലാണ് ഉൾപ്പെടുത്തിയെങ്കിൽ ഇത്തവണ പഞ്ച് ഹോൾ ക്യാമറ എന്നുള്ള രീതിയിൽ 10 മെഗാ പിക്സലിൻ്റെ ക്യാമറയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷം വലിയ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫാക്ടറായിട്ട് അത് തോന്നിയിട്ടില്ലെങ്കിലും ഇത്തവണ ആ ഒരു മെയിൻ ഡിസ്പ്ലേയിലെ സെൽഫി ക്യാമറയും അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു സെക്കൻഡറി ഡിസ്പ്ലേയിലെ സെൽഫി ക്യാമറയും 10 മെഗാ പിക്സലിൻ്റെ തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. എനിവേ ഓവറോൾ ഫോട്ടോഗ്രാഫിയെ കുറിച്ച് പറയാനാണെങ്കിൽ അങ്ങനെ ഒരുപാട് ഫോട്ടോ സാമ്പിൾസും കാര്യങ്ങളൊന്നും ഈ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് എനിക്ക് എടുക്കാൻ സാധിച്ചിട്ടില്ലെങ്കിലും എടുത്ത ആ ഒരു ഫോട്ടോസിനെ കുറിച്ചൊക്കെ ഒറ്റ വാക്കിൽ പറയാനാണെങ്കിൽ കഴിഞ്ഞ വർഷത്തിൽ നിന്നും കുറച്ചും കൂടി ഒരു ഇമ്പ്രൂവ്മെൻറ്റ്, എസ്പെഷ്യലി മെയിൻ ലെൻസിൽ എടുത്തിരിക്കുന്ന ഫോട്ടോസിൽ കുറച്ചും കൂടി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അത് ഏത് ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിലും, മാക്രോ ഫോട്ടോസ് ആണെങ്കിലും, ഡേലൈറ്റ് ഫോട്ടോസ് ആണെങ്കിലും, HDR ഫോട്ടോസ് ആണെങ്കിലും, പോർട്രേറ്റ് ഫോട്ടോസ് ആണെങ്കിലും, ഇവൻ ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷൻ ഉണ്ടെങ്കിൽ നൈറ്റ് ഫോട്ടോഗ്രാഫി ഒക്കെ ഏതൊരു ഡിപ്പാർട്ട്മെൻറ്റ് റിയർ ആൻഡ് സെൽഫി ക്യാമറയിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ റിയർ ക്യാമറയിൽ 8Kയിൽ 30 ഫ്രെയിം പെർ സെക്കൻഡ് വരെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ കൊടുക്കുന്ന സാമ്പിൾ എന്ന് പറയുന്നത് 4Kയിൽ 60 ഫ്രെയിം പെർ സെക്കൻഡിൽ യൂസ് ചെയ്തിരിക്കുന്ന വീഡിയോ ക്വാളിറ്റിയാണ്. സ്റ്റേബിൾ ആയിട്ടുള്ള നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു വീഡിയോ ക്വാളിറ്റി നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ 4Kയിൽ 60 ഫ്രെയിം സെക്കൻഡിൽ എടുത്തിരിക്കുന്ന ആ ഒരു സെൽഫി വീഡിയോ ആണ് ഞാൻ ഇതിൻ്റെ കൂടെ കൊടുക്കുന്നത്. അതിലും നല്ല രീതിയിലുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് സെൽഫി വീഡിയോയിലും കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ആ ഒരു തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞ വർഷത്തെ Z Fold 6 അപേക്ഷിച്ചിട്ട് കുറച്ചും കൂടി ഒരു ഇമ്പ്രൂവ്മെൻറ്റ് നമുക്ക് ഈ ഒരു ക്യാമറ ക്വാളിറ്റിയിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. ഈ ഒരു Z Fold 7 പ്രൈസ് ഇവിടെ ഖത്തറിൽ വരുന്നത് 12 + 256GB 7329 ഖത്തറിയാണ് ഒഫീഷ്യലി പ്രൈസ് വരുന്നത്. ഏകദേശം ഇന്ത്യയുടെ 1,72,000 രൂപയ്ക്ക് മുകളിലാണ്. എനിക്ക് ഓവറോൾ ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഫോൾഡ് അല്ലെങ്കിൽ ഫ്ലിപ്പ് സീരീസ് എന്ന് പറയുന്നത് എല്ലാവർക്കും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോൺ അല്ല. അതുകൊണ്ട് തന്നെ ഞാനിത് ആർക്കാണ് റെക്കമെൻഡ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ഒരു സാംസങ്ങിൻ്റെ യൂസർ ആണെങ്കിൽ, എസ്പെഷ്യലി Z Fold 5 അല്ലെങ്കിൽ അതിൽ താഴെയുള്ള സ്മാർട്ട് ഫോണൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. എസ്പെഷ്യലി ഇതിൻ്റെ ആ ഒരു സ്ലിം ആൻഡ് സ്ലീക്നെസ് ഡിസൈൻ, അതുപോലെ തന്നെ 215 ഗ്രാം എന്ന് പറയുന്നത് ആ ഒരു ഫോൾഡ് സീരീസിനെ അപേക്ഷിച്ചിട്ട് ഒരു നോർമൽ ആയിട്ടുള്ള ഒരു വെയിറ്റ് ആണ്. അതുപോലെ തന്നെ എടുത്ത് പറയേണ്ട മറ്റൊരു കാര്യമാണ് ഈ ഒരു സെക്കൻഡറി ഡിസ്പ്ലേ എന്നുള്ളത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ശരിക്കും ഒരു പ്രൈമറി ഡിസ്പ്ലേ എന്നുള്ള രീതിയിൽ യൂസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ അത്യാവശ്യം ഇംപ്രൂവ് ആയിട്ടുള്ള ഒരു ക്യാമറയും നമുക്കിതിൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ സൂപ്പർ ആയിട്ടുള്ള ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് കൂടി നമുക്കിതിൽ ആസ്വദിക്കാൻ സാധിക്കും. തീർച്ചയായിട്ടും ആ ഒരു Z Fold 5 താഴെ യൂസ് ചെയ്യുന്നവർക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ പുതുതായിട്ട് നിങ്ങളൊരു ഫോൾഡ് സ്മാർട്ട് ഫോൺ ചൂസ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്കും പരിഗണിക്കാൻ പറ്റുന്ന ഒരു സ്മാർട്ട് ഫോൺ തന്നെയാണ്. ഇനി എന്താണ് നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ചുള്ള ഒപ്പീനിയൻ? തീർച്ചയായിട്ടും ആ ഒരു കാര്യം കമൻറ്റ് ചെയ്യാവുന്നതാണ്. ടെക് സംബന്ധമായിട്ടുള്ള സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെയും ഫേസ്ബുക്കിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അവിടെ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ്. അപ്പം മറ്റൊരു പുതിയൊരു വീഡിയോയിൽ കാണാമെന്ന പ്രതീക്ഷയിൽ തൽക്കാലം ഞാൻ വിട പറയുന്നു. സെയ്ദ് ഇർഷാദ്.